ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ഈ നേരത്ത് എന്നെ നീ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ തമ്മി കണ്ടിട്ട് നാളുകൾ കുറെ ആയി അല്ലേ മച്ചു? കഴിക്കതും കൂടെ. അങ്ങനെ. എന്താ അച്ഛമ്മ ഇത്? പാലുകൂടി മാറാത്ത കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ സ്വയം കഴിച്ചോളാം. ഏയ്, അതൊന്നും ശരിയാവത്തില്ല മോളെ. നീ സർവ്വ സൗഭാഗ്യങ്ങളും ഉള്ളോളാ, എല്ലാത്തിനും പ്രാപ്തിയുള്ളോളാ. പക്ഷേ ഈ കിളവിക്ക് നീ എന്നും പിഞ്ചു പൈതല. നിന്നെ മാത്രമല്ല, വസന്തേ, വന്ദനെ, പ്രകാശനെ, മനോജിനെ ഒക്കെ ദേ ഇതുപോലെ കൂട്ടിയിട്ടുണ്ട്. വന്ദനേച്ചിയാ. ഹലോ ചേച്ചി, ജഗൻ ചേട്ടനൊപ്പം ടൂറിലാണോ? ഞാൻ സവാരിയിലൊന്നുമല്ല, വീട്ടിൽ തന്നെ ഉണ്ട്. നീ എന്ത് ചെയ്യാ അവിടെ? ഞാനിപ്പോ ദേ അച്ഛമ്മയുടെ കസ്റ്റഡിയില. എന്നെ ഊട്ടിക്കൊണ്ടിരിക്കുക അച്ഛമ്മ. ശരിക്കൊന്ന് ശ്വാസം വിടാൻ പോലും എന്നെ അനുവദിക്കില്ല. മോളെ, നിനക്ക് സുഖമല്ലേ? സുഖ ചേച്ചി. അഥവാ സുഖക്കേട് വല്ലതും വന്നാ അടിച്ചോടിക്കാൻ വടിയായി കാവലിരിക്കുക അച്ഛമ്മ. അച്ഛമ്മ അടുത്തുള്ളത് ഒരു സുഖല്ലേ മോളെ? നീ ഫോൺ അച്ഛമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കോ? ഇന്നലെ രാത്രി ഏട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നു. ഫോൺ എടുത്തെറിഞ്ഞു നോക്കേ. അച്ഛമ്മ ചേച്ചിയോട് പറയൂ. എന്താ മോളെ ഫോൺ വിളിക്കിടയിൽ പെട്ടെന്നൊരാലോചന? അത് പിന്നെ ഫോൺ അച്ഛമ്മയ്ക്ക് തരാൻ പറയുന്നു. ഹലോ, എന്തൊക്കെയാ മോളെ വിശേഷങ്ങള്? ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അച്ഛമ്മ. പക്ഷേ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇന്നലെ രാത്രി ഞാൻ വർഷയ്ക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്രം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും ബഹളം വെക്കുന്നതൊക്കെ കേട്ടല്ലോ. അവിടെ എന്താ അച്ഛമ്മ പ്രശ്നം? അത് മോളെ, അത് പിന്നെ ഇവിടെ എപ്പോഴും വിക്രമിന്റെ കളി, ചിരി, തമാശ ഒക്കെയാ മോളെ. പണക്കാരന്റെ ഒരു ജാടയാ കൊച്ചിനില്ല. അച്ഛമ്മയുടെ കാല് തിരുമ്പാൻ പോലും അവൻ ഒരു മടിയില്ല. മോളെ, വർഷയുടെ പ്രസവം കഴിഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വരാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല മോളെ. ഇവിടെയാകുമ്പോ എപ്പോഴും എനിക്ക് മനസ്സമാധാനമുണ്ട്. ശരി മോളെ, വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ശരി. വന്ദനയാ മോനെ വിളിച്ചേ. മനസ്സിലായി. ഇന്നലെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അച്ഛമ്മ പെട്ടെന്ന് വിഷയം മാറ്റിക്കളഞ്ഞു. അത് വിക്രമിന് ഭയന്നിട്ടായിരിക്കും. വിക്രമിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്.
നിരഞ്ജൻ, നീ എങ്ങനെ ഇവിടെ? നിരഞ്ജൻ, അതാണ് ഞാൻ. നിന്നെ കാണണമെന്ന് തോന്നി, പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ഈ നേരത്ത് എന്നെ നീ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ തമ്മി കണ്ടിട്ട് നാളുകൾ കുറെ ആയി അല്ലേ മച്ചു? അല്ല, ആരാ ഇവരൊക്കെ? എന്റെ ഭാര്യ വർഷ. അതവളുടെ മുത്തശ്ശി. ഹായ്. ആഹാ, നിന്റെ കല്യാണം കഴിഞ്ഞോടാ? ഇതെന്റെ കൂട്ടുകാരനാ നിരഞ്ജൻ. വിശദമായിട്ടൊക്കെ വഴിയെ പരിചയപ്പെടാം. മാനത്തെ കൊട്ടാരം